വയനാട് ഉരുൾപൊട്ടലുണ്ടായ മേഖലയുടെ ഉപഗ്രഹ ചിത്രം പുറത്തുവിട്ട് ISRO. ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററാണ് ISROയുടെ കാർട്ടോസാറ്റ് റിസാറ്റ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ഉരുൾപൊട്ടലിന് മുൻപും ശേഷവുമുള്ള പ്രദേശത്തിന്റെ ചിത്രങ്ങൾ എടുത്തത്. ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററാണ് ISROയുടെ കാർട്ടോസാറ്റ് റിസാറ്റ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ഉരുൾപൊട്ടലിന് മുൻപും ശേഷവുമുള്ള പ്രദേശത്തിന്റെ ചിത്രങ്ങൾ എടുത്തത്. ചിത്രങ്ങളിൽ കാണുന്ന ക്രൗൺ സോൺ എന്നത് മണ്ണിടിച്ചിലിന് ശേഷവും സ്ഥാനചലനമില്ലാത്തതും ഇപ്പോഴും നിലനിൽക്കുന്നതുമായ ഭൂപ്രദേശത്തെ സൂചിപ്പിക്കുന്നു. മണ്ണിടിച്ചിലിന്റെ ഏറ്റവും ഉയർന്ന സ്ഥലമാണിത്. സമുദ്രനിരപ്പിൽ നിന്നും 1550 മീറ്റർ ഉയരത്തിലാണ് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയ ക്രൗൺ സോൺ സ്ഥിതി ചെയ്യുന്നത്. ഉദ്ഭവ കേന്ദ്രത്തിൽ നിന്നും 8 കിലോമീറ്റർ ദൂരത്തിലാണ് ചളിയും മലവെള്ളവും പാറകളും ഒഴുകിയെത്തിയത്. ഉരുൾപൊട്ടിയ പ്രഭവ കേന്ദ്രം മുതൽ മലഞ്ചെരുവിന്റെ വലിയൊരു പ്രദേശം തന്നെ വഴുതി താഴേക്ക് പതിക്കുകയായിരുന്നു. 86,000 ചതുരശ്ര മീറ്റർ ഭൂമിയാണ് ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചിറങ്ങിയതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ജൂലൈ 30 പുലർച്ചെ വലിയ ഉരുൾപൊട്ടലുണ്ടാകുന്നതിന് മുൻപും അതേ സ്ഥാനത്ത് മണ്ണിടിച്ചിലുണ്ടായതിന്റെ തെളിവുകൾ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ചതായും ISRO വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.